സെക്ഷലി ബന്ധപ്പെട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ യോനി കാര്യമായിട്ട് ലൂസായി വരില്ലേ, അപ്പോൾ അതെങ്ങനെ ടൈറ്റ് ചെയ്യാം എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് നമുക്ക് വരാറുണ്ട്. അതിന് പിന്നിലുള്ള വസ്തുതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യും. എങ്ങനെ ടൈറ്റ് ചെയ്യാം എന്നുള്ള വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പലരും ചിന്തിക്കുന്നതാണ് രതിമൂർച്ചയുടെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, എങ്ങനെ ആ രതിമൂർച്ച അച്ചീവ് ചെയ്യാം എന്നൊക്കെയുള്ള ചിന്തകൾ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എനിവേ, ഈ രതിമൂർച്ചയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ഓർഗാസ് എന്നുള്ള കുക്ക് എഫ് എമ്മിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഡിയോ കണ്ടന്റ് കേൾക്കുന്നത് എന്തുകൊണ്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളത്, മോട്ടിവേഷൻ കാറ്റഗറിയിലുള്ളത്, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഫിക്ഷണൽ സ്റ്റോറീസുകൾ എല്ലാം നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ കുക്ക് എഫ് എമ്മിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ നല്ല അവസരം ഉണ്ടെന്നുള്ളതാണ്. 7 days ഫ്രീ ട്രയൽ ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക, ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ടാവും, ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എനിവേ, നമ്മുടെ വിഷയത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സെക്സ് ചെയ്യുമ്പം യോനി ലൂസായി വരില്ലേ എങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഒരിക്കലും അതിനൊരു സയൻറ്റിഫിക്കൽ എവിഡൻസ് ഇല്ല എന്നുള്ളതാണ്. അതായത് സെക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിനെ കൊണ്ട് പെർമനൻ്റ് ആയിട്ടുള്ള മാറ്റം, പെർമനൻ്റ് ആയിട്ട് ആ വജൈന ലൂസായി വരിക എന്നുള്ളൊരു കാര്യം ഇല്ല എന്നുള്ളതാണ്. ആ വജൈനയെ ചുറ്റിപ്പറ്റിയുള്ള മസിൽസുകൾക്ക് അത്രയും അമേസിങ് ഇലാസ്റ്റിക് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ബന്ധപ്പെടുന്ന സമയത്ത് ആവശ്യത്തിന് അത് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നല്ലാണ്ട് അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾക്ക് വിധേയമാവുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സെക്സിനൊക്കെ ശേഷം അത് ബാക്ക് ടു നോർമലിലോട്ട് വരുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ കാര്യമായിട്ട് പ്രചരിച്ചിട്ടുള്ള ഒരു മിത്ത് തന്നെയാണ് സെക്സ് ചെയ്യുന്നതിനെ കൊണ്ട് വജൈന ലൂസ് ആവുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല കൺഫ്യൂഷൻസുകളും മനസ്സിൽ വെക്കുകയും പല റിലേഷൻഷിപ്പുകളും തകരുന്ന അവസ്ഥയും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണെന്നുള്ളതാണ്. ഇനി ഈ വജൈന ലൂസ് ആവുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെലിവറിക്ക് ശേഷം ആ ഒരു അവിടെയുള്ള മസിൽസ് കാര്യങ്ങൾ കുറച്ച് ലൂസായ രീതിയിൽ ഫീൽ ചെയ്യാം, വജൈന കുറച്ച് ലൂസായതായിട്ടൊക്കെ ഫീൽ ചെയ്യാവുന്നതാണ്. അതുപോലെ ഏജ് കൂടി വരുന്നതനുസരിച്ച്, ഞങ്ങൾക്ക് പ്രായം കൂടി വരുന്നതനുസരിച്ച് നമ്മുടെ മസിൽസും കാര്യങ്ങളൊക്കെ വീക്കാവും. അങ്ങനെയും വജൈന കുറച്ചുകൂടി ലൂസായതായിട്ടൊക്കെ അനുഭവപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന മസിൽസിനെ കൂടുതൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്ര സാഹചര്യങ്ങളിൽ എക്സസൈസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ കീഗൽ എക്സസൈസ് എന്ന് പറയുന്നത്. കീഗൽ എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു പെൽവിക് ഫ്ലോറിൽ ആ വജൈനയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള മസിൽസുകളെയാണ് ഈ പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയുന്നത്. അതിനെല്ലാം കൂടി ചേർത്ത് പറയുന്നതാണ് പെൽവിക് ഫ്ലോർ മസിൽ എന്നുള്ളത്. അപ്പോൾ ഈ മസിൽസിനെ ടൈറ്റ് ചെയ്യുന്ന കീഗൽ എക്സസൈസ് അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അവിടെയുള്ള മസിൽസിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ടൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഡെലിവറിക്ക് ശേഷം വജൈന കുറച്ച് ലൂസായതായിട്ട് ഫീൽ ചെയ്യുന്നു, അവിടെയുള്ള മസിൽസൊക്കെ കുറച്ച് അയഞ്ഞ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കീഗൽ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ കീഗൽ എക്സസൈസ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. ഏറ്റവും പ്രൈമറി ആയിട്ട് നമുക്ക് ആ മസിലിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. മുമ്പ് നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മസിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ മസിൽ ടൈറ്റ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്നുള്ളൂ. ആ ഒരു മസിൽ ടൈറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ആ യൂറിൻ ഹോൾഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു ടൈറ്റ് ചെയ്ത പെർട്ടിക്കുലർ മസിലാണ് ഈ ഒരു പെൽവിക് ഫ്ലോർ മസിൽ. അവിടെയാണ് നമ്മൾ ഈ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ദെൻ ആ യൂറിൻ പാസ് ചെയ്തേക്കുക. ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഇരുന്നിട്ടോ കിടന്നിട്ടോ ഏത് ബോഡി പോസ്റ്റിലാണെങ്കിലും നമ്മൾ ഇരുന്നിട്ട് ഈ ഒരു മസിൽ ജസ്റ്റ് ആ മസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ടൈറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. ദെൻ അതിന് ശേഷം ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക. വീണ്ടും 5 സെക്കൻഡ് ടൈറ്റ് ചെയ്യുക, ദെൻ 5 സെക്കൻഡ് റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 തവണയെങ്കിലും ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു 3 സെറ്റെങ്കിലും ഡെയിലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള മസിൽസിനെ ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണിത്. ഇത് കൂടാതെ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന എക്സസൈസുകൾ പോലെ തന്നെ ഈ മസിൽസിനെ ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളുണ്ട്. അതും നമുക്ക് ചെയ്യാവുന്നതാണെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം എക്സസൈസുകളിലൂടെ അവിടെയുള്ള മസിൽസിൻ്റെ വീക്ക്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടുതൽ സ്ട്രെങ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ സെക്സ് കൊണ്ട് പെർമനൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. ഡെലിവറിക്ക് ശേഷവും അതുപോലെ ഏജ് കൂടി വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് മസിൽസിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ എക്സസൈസുകൾ ഉപകരിക്കും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്ക്, കാരണം ഒരുപാട് പേരുടെ കൺഫ്യൂഷൻസുകളും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ക്ലിയർ ചെയ്യാൻ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ ഒക്കെ മറക്കണം. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.